താന്തോന്നിയും പെണ്ണും ഭാഗം 6. വാ തുറന്ന് പറയൂ പാർവതി, നീയും അവനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കുറച്ച് ശബ്ദത്തിൽ തന്നെയാണ് ദേവൻ ചോദിച്ചത്. ഇല്ല, എനിക്ക് അയാളെ പേടിയാ. ഞാനും അയാളും തമ്മിൽ ഒരു ബന്ധവുമില്ല. പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞതും അവിടം നിശബ്ദമായിരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും അത് കേട്ടു. കേട്ടല്ലോ അവൾ പറഞ്ഞത്. ഇനി അപ്പച്ചിക്ക് എന്തേലും പറയാനുണ്ടോ? ദേവൻ ശാന്തിയുടെ നേരെ തിരിഞ്ഞു നിന്ന് അവരുടെ മുഖത്തേക്ക് നോക്കി. ഒരു ബന്ധവുമില്ലെന്ന് ഇവൾ പറയുന്നതല്ലേ, എങ്ങനെ വിശ്വസിക്കും? അവർ പാർവതിയെ തുറിച്ചു നോക്കിക്കൊണ്ട് ദേവനോടായി ചോദിച്ചു. നിങ്ങൾ വിശ്വസിക്കണ്ട, എനിക്കറിയാം അവൾ എങ്ങനെയാണെന്ന്. അത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ദേവൻ പാർവതിയെ ചേർത്ത് പിടിച്ച് പറയുമ്പോൾ അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവൾ ഞെട്ടിപ്പോയി. ഞെട്ടലോടെ തന്നെ അവൾ അവനെ നോക്കി. ഇനി വേറെ ആർക്കെങ്കിലും ഇവിടെ സംശയമുണ്ടോ? ദേവൻ ചുറ്റും നിന്ന് തങ്ങളെ വീക്ഷിക്കുന്ന കുടുംബക്കാരെ നോക്കി. ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് പാറുവിനെ വിശ്വാസമാണ്. ഇവിടെ വന്നത് മുതൽ ഞങ്ങൾക്ക് അവളെ അറിയാം. ദേവന്റെ അമ്മയുടെ ശബ്ദമായിരുന്നത്. പാറു ആശ്വാസത്തോടെ അമ്മയെ നോക്കി. ഇനി അപ്പച്ചി വെറുതെ ഓരോന്നും പറഞ്ഞുണ്ടാക്കണമെന്നില്ല. കണ്ടില്ലേ, ആരും വിശ്വസിക്കില്ല. അതുകൊണ്ട് ഈ പരിപാടി ഇവിടെ വെച്ചങ്ങ് നിർത്തിയേക്ക് കേട്ടോ. അതാ നിങ്ങൾക്ക് നല്ലത്. അവരുടെ അടുത്തേക്ക് ചെന്ന് കടുത്ത സ്വരത്തിൽ അവൻ മുരണ്ടതും അവർ വിളറി വെളുത്തുപോയി. ഞാൻ ഇറങ്ങുക. പാർവിനോട് മാത്രം അവൻ യാത്ര ചോദിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. പാർവതി അവന് പിന്നാലെ ചെന്നതും അവൻ അവളെ തിരിഞ്ഞൊന്ന് നോക്കി. ശേഷം തൻ്റെ ബൈക്കിലേക്ക് കയറി ബാഗ് ഫ്രണ്ടിൽ വെച്ചു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിററിൽ കൂടി അവനെ തന്നെ ഉറ്റുനോക്കുന്നവളെ കണ്ട് അവൻ്റെ പുരുകം ചുളിഞ്ഞു. എന്താ, എന്തെങ്കിലും പറയാനുണ്ടോ? തല ചരിച്ച് പാറുവിനെ നോക്കിയവൻ. അത് സൂക്ഷിച്ചു പോകണേ. പിന്നെ ആരോടും തല്ലൊന്നും കൂടാൻ നിൽക്കണ്ടാട്ടോ. നിഷ്കളങ്കമായി പറയുന്നവളെ കണ്ണെടുക്കാതെ ഒരു നിമിഷം അവൻ നോക്കി നിന്നുപോയി. ശേഷം ഒന്നും മിണ്ടാതെ ബൈക്കെടുത്തു പോയി. പാറുവിൻ്റെ മുഖം മാടി. ഇതെന്ത് ദുഷ്ടനാ! ഒരാൾ സ്നേഹത്തോടെ ഒരു കാര്യം പറയുമ്പോൾ മറുപടി തന്നില്ലെങ്കിലും ഒന്ന് ചിരിക്കുകയെങ്കിലും ചെയ്തൂടെ? ദേവനോടുള്ള പരിഭവത്താൽ അവളുടെ ചുണ്ടുകൾ കൂർത്തു. എന്താണ് പാറു, ഒരു പരിഭവം പറച്ചിൽ മണക്കുന്നല്ലോ. അടുക്കളയിലേക്ക് ചെന്നപ്പോൾ നിത്യ വെള്ളം കുടിച്ചുകൊണ്ട് പാറുവിനോടായി ചോദിച്ചു. ഒന്നുമില്ല ചേച്ചി, അവൾ നിത്യയോട് പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യാൻ തുടങ്ങി. ഞാൻ കണ്ടായിരുന്നു. പാറുവിൻ്റെ അടുത്തേക്ക് വന്ന് നിത്യ രഹസ്യം പോലെ പറഞ്ഞതും പാറുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. എന്തു കണ്ടു? ഈ മുറിയിൽ നിന്ന് സാക്ഷാൽ ദേവനാരായണന്റെ രാക്ഷസക്കോട്ടയിലേക്കുള്ള കുടിയേറ്റം. ഒരു തരം ആക്കിയുള്ള ചിരിയും ചിരിച്ച് കാണിച്ചുകൊണ്ട് നിത്യ അടുക്കള കടന്നു പോകുമ്പോൾ പാറു വായും തുറന്ന് അവർ പോയ വഴിയെ നോക്കി നിന്നു. രാത്രി അടുക്കള ജോലിയൊക്കെ തീർത്ത് പാറു കിടക്കാനായി ദേവന്റെ മുറിയിലേക്ക് പോകുമ്പോഴാണ് തറവാട്ടിലുള്ളവർ ഒക്കെ ഹാളിലിരിക്കുന്നത് അവൾ കണ്ടത്. കെട്ടിലമ്മ ഈ പാതിരാത്രിക്ക് എവിടേക്കാ? ശാന്തി പാറുവിനെ തുറിച്ചു നോക്കി. ഞാൻ കിടക്കാൻ. അവരോടുള്ള പേടി അവളുടെ മുഖത്ത് എടുത്തറിയിച്ചു. എവിടെ കിടക്കാൻ? വിടാൻ ഭാവമില്ലാതെ അവർ ഓരോന്നും ചോദിച്ചുകൊണ്ടേയിരുന്നു. അവിടെ റൂമിൽ. അവൾ മുകളിലേക്ക് കൈ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും ശാന്തിയും മറ്റുള്ളവരും മനസ്സിലാകാതെ അവളെ നോക്കി. നീ താഴെയല്ലേ കിടക്കുന്നത്? പിന്നിന്നെന്താ? ലക്ഷ്മിയമ്മ ചോദിച്ചു. അത് ദേവേട്ടൻ പറഞ്ഞിട്ട് റൂമിൽ കിടക്കാൻ. ആരുടെയും മുഖത്ത് നോക്കാതെ അവൾ തല താഴ്ത്തി. എല്ലാവരും എന്ത് കരുതും? അവൾ അതേ നിൽപ്പ് തുടർന്നു. ഹോ, കാശിനു ഗതിയില്ലാത്തവളുടെയൊക്കെ ഒരു യോഗമേ. മാളിയേക്കൽ തറവാട്ടിൽ അടുക്കളയിൽ കിടന്നവളാണ്. ഇപ്പോൾ ഇവിടുത്തെ ചെറുക്കൻ്റെ കിടപ്പുമുറിയിൽ വരെ എത്തി. നാളെ ഈ തറവാടിൻ്റെ ഭരണം ഇവളുടെയൊക്കെ കയ്യിലാക്കി മാറ്റും. അപ്പച്ചിയുടെ നാവിൻ തുമ്പ് വിഷം ചീറ്റാൻ തുടങ്ങി. പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ അപമാനഭാരത്താൽ എല്ലാവരെയും നോക്കി തിരികെ പടികൾ ഇറങ്ങാൻ തുടങ്ങി. നീ എവിടേക്കാ പാറു പോകുന്നേ? നിത്യ ചോദിച്ചതിന് അവൾ നിറഞ്ഞ കണ്ണാലെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. പാറു, ദേവനാണ് നിന്നോട് അവിടെ കിടക്കാൻ പറഞ്ഞത്. നീ പോയി അവിടെ കിടക്ക്. ഇല്ലെങ്കിൽ അറിയാലോ അവൻ്റെ സ്വഭാവം. നിത്യ വീണ്ടും പാറുവിനോടായി പറഞ്ഞുകൊണ്ട് അവളുടെ തോളിൽ തട്ടി. ശരിയാണ്, ദേവേട്ടൻ പറഞ്ഞത് അനുസരിക്കാതിരുന്നാൽ നല്ല വഴക്ക് കിട്ടും. അവൻ്റെ പ്രതികരണം വെറുതെ എങ്കിലും മനസ്സിലൊന്ന് ഓർത്തതേ പാറു ഉമിനീരിറക്കി സ്റ്റെപ്പുകൾ വേഗത്തിൽ കയറി.
കണ്ടില്ലേ അഹങ്കാരി പോകുന്നത്? തറവാട്ടിലെ ആൺകുട്ടികളെ കണ്ണും കലാശവും കാണിച്ച് മയക്കിയെടുത്ത് ഇവിടെ അധികാരം സ്ഥാപിച്ചില്ലേ? തന്തയും തള്ളയും ഒന്നും ഇല്ലാത്തവളുമാരെ പോലുള്ളവരൊക്കെ എങ്ങനെ ജീവിച്ചതാണെന്ന് എങ്ങനെ അറിയാം? എന്തായാലും കൊള്ളാം. അവരുടെ നാവ് അടങ്ങിയിരിക്കില്ലെന്ന ഭാഷയിൽ തന്നെ ഓരോന്നും വിളിച്ചു പറയുകയാണ്. ദേ, നിന്റെ നാവടക്കിയില്ലെങ്കിൽ ദേവന്റെ കയ്യിൽ നിന്ന് നീ കുറെ വാങ്ങിക്കൂട്ടും. ലക്ഷ്മിയമ്മയും ഭർത്താവും അവരെ കടുപ്പിച്ച് നോക്കി റൂമിലേക്ക് പോകുമ്പോൾ സഹോദരൻ പറഞ്ഞത് കേട്ട് ശാന്തി അവരെ പുച്ഛിച്ചു. എന്നാൽ ഇതൊക്കെ കേട്ടവൾ ഏറ്റവും മുകളിലായി കൈവെള്ള കൊണ്ട് മുഖം പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുപോയി. പിന്നെ അവൾ റൂമിലേക്ക് കയറി വാതിൽ ഉറപ്പോടെ അടച്ചു കുറ്റിയിട്ടു. വലിയ ആഡംബരമായി ഒന്നും തന്നെ കാണാനില്ല. ഭിത്തിയിൽ കുറച്ച് ഫോട്ടോകൾ, കിങ് സൈസ് ഒരു ബെഡ്, അടുത്തായി ഒരു ചെറിയ ടേബിൾ, ഒരു ചെയർ, ഒരു ഭിത്തിയിൽ നിറഞ്ഞു നിൽക്കുന്ന കബോർഡ്. അവൾ കിടക്കയിലേക്ക് കിടന്നു. പതുപതുത്ത മെത്ത. അവൾ അതിന്മേൽ കൈകൾ ഓടിച്ചു. എന്തു മൃദുലമാണിത്! കിടന്നാൽ അറിയാതെ ഉറങ്ങിപ്പോകും. മനസ്സിലോർത്തവൾ കിടക്കയിലേക്ക് കിടന്നു. അടുക്കളയിലെ വരിഞ്ഞു ചുറ്റിയ കട്ടിലിൽ കിടന്നവൾക്ക് അതൊക്കെ വലിയ അത്ഭുതമായിരുന്നു. ഇതൊക്കെ ദേവേട്ടൻ്റെതല്ലേ? അവൾ ഒരു പില്ലോ എടുത്ത് കെട്ടിപ്പിടിച്ചു കിടന്നു. അതിൽ അവൻ്റെ ഗന്ധം തങ്ങി നിൽക്കുന്ന പോലെ. അവൾ ഒന്നുകൂടി ആ തലയിണ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കണ്ണുകൾ അടച്ചു. കുറെ ആളുകളുടെ ബഹളം. ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു. നിലത്തായി കത്തിക്കരിഞ്ഞ 2 മനുഷ്യരൂപങ്ങൾ അത്രയും വികൃതമായി കിടക്കുന്നു. അമ്മേ! ഒരു നിലവിളിയോടെ ചാടി എഴുന്നേറ്റ് ചുറ്റും നോക്കിയവൾ. കഴിഞ്ഞതൊക്കെ മിഴിവോടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നു. പിന്നീട് അവൾക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. ഭിത്തിയിൽ വെച്ചിരിക്കുന്ന ദേവന്റെ പല ഫോട്ടോകളിലേക്ക് നോക്കിക്കിടന്നവൾ. തുടരും.